അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ്. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാ ഇന്ന് മഗ്‌രിബോട് കൂടി റജബ് രണ്ടാമത്തെ പത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇന്നത്തെ മഗ്‌രിബ് വാങ്കോട് കൂടിയിട്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ രാവിൽ ഒരുപാട് നമ്മൾ അള്ളാഹുവിനോട് പുണ്യമാക്കപ്പെട്ട രാവാണ്. അപ്പോൾ ആദ്യ രാവിൽ തന്നെ ചൊല്ലേണ്ട ഒരു ദിക്റ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ സഹിക്കുന്ന നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വേദനകളും തീരാൻ വേണ്ടി മനസ്സിൽ നിയ്യത്താക്കിയിട്ട് നിങ്ങൾ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് യാസീൻ നിയ്യത്താക്കിയിട്ട് ഓതുക. ആദ്യം തന്നെ മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിലാണ് ആദ്യം യാസീൻ ഓതേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളുണ്ടാവും അല്ലേ? സ്ഥിരമായിട്ട് മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചൊല്ലുന്നതും അതുപോലെ റജബ് മാസത്തിലായിട്ട് നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് സംസാരിക്കാണ്ട് നിങ്ങൾ ഒരു 3 യാസീൻ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് നിയ്യത്താക്കുക. എൻ്റെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ യാസീൻ ഓതുന്നത് എന്ന് നിയ്യത്താക്കി വെക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതുമ്പം ഫസ്റ്റിൽ തന്നെ ഫാത്തിഹ വിളിക്കണം കേട്ടോ. അതിപ്പോൾ മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മൾ യാസീൻ ഓതുകയാണെങ്കിൽ പോലും ആദ്യം തന്നെ ഇലാ ഹളറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് ഫാത്തിഹ വിളിക്കുക. അതേപോലെ തന്നെ ഷേഖുന ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറൗൽ അസീസ് അൽ ഫാത്തിഹ എന്ന് വിളിക്കുക. അതിൻ്റെ ശേഷമായിട്ട് ഒരു 3 ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞിട്ട് 3 ഇഖ്ലാസ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 3 എണ്ണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 3 എണ്ണം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 എണ്ണം. എന്നിട്ട് അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് കൊണ്ട് ആ 3 യാസീനും ഒരുമിച്ച് നിങ്ങൾ ഓതി തീർക്കണം. അല്ലാണ്ട് ഫാത്തിഹ വിളിച്ച് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആണ് പിന്നെ യാസീൻ ഓതുന്നത്. ആ ഒരു രീതിയിലല്ല. ഫാത്തിഹ വിളിച്ചതിൻ്റെ തൊട്ട ശേഷം തന്നെയായിട്ട് 3 യാസീൻ ഓതുക. ഓതുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ വിഷമം, നിങ്ങളെ മനസ്സിലുള്ള ടെൻഷൻ അള്ളാഹിനോട് പറയുക. റബ്ബേ, ഞാൻ ഇന്ന് പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലെ രണ്ടാമത്തെ പത്തിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത്. ഇന്നത്തെ രാവിൽ തന്നെ ആദ്യ രാവിൽ തന്നെ ഞാൻ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് 3 യാസീൻ ഞാൻ നിയ്യത്താക്കിയിട്ട് ഓതുന്നു. എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട്. അല്ലെങ്കിൽ ഒരാഗ്രഹമുണ്ട്, ഞങ്ങൾക്കൊരാവശ്യമുണ്ട്. ഇന്നൊരു പ്രയാസത്തിലാണ് ഞങ്ങളുള്ളത്. ആ ഒരു പ്രയാസം ഒന്ന് സമാധാനത്തിലായി കിട്ടാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കുന്നു മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിൽ 3 യാസീൻ എന്ന് പറഞ്ഞിട്ട് ആ 3 യാസീൻ ഞാൻ ഈ പറഞ്ഞ ഒരു രൂപത്തിലായിട്ട് ഓതുക. എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് ഞാൻ എല്ലാ വീഡിയോയും നിങ്ങളോട് പറയാണ്ട് സ്വലാത്ത് ചൊല്ലണമെന്ന്. 100 സ്വലാത്തോ 1000 സ്വലാത്തോ എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക എങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊന്നും നിർത്തിവെക്കാണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. സ്ഥിരമായിട്ട് ഇപ്പോൾ നിങ്ങൾ 1000 സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ ഇന്ന് ഈ 1000 സ്വലാത്ത് ഞാൻ ചൊല്ലുന്നില്ല. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അത് നമ്മൾ നിത്യേന ചെയ്യുന്ന അമലിനോട് അള്ളാഹുവിന് കൂടുതലായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് ആ നിത്യേന ചെയ്യുന്ന കാര്യം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ആദ്യത്തെ രാവിൽ തന്നെ ചൊല്ലേണ്ട ഒരു ദിക്റും കൂടി പറയാം. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ് എന്ന നാമം എന്ന ഒരു ഇസ്മാണിത്. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ് എന്ന ദിക്റ് ചൊല്ലുക. ഒരു 100 പ്രാവശ്യം ഇതിങ്ങനെ സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ് എന്ന് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അത് ഞാൻ പറഞ്ഞ ഈ ഒരു രൂപത്തിൽ തന്നെ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞില്ലേ 3 യാസീൻ ഒരുമിച്ചിരുന്ന് ഓതണമെന്ന്, അതേ ഒരു രൂപത്തിൽ സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ് എന്ന് നിങ്ങൾ ഓതി 100 എണ്ണം വരെ ഇതേ രൂപത്തിൽ ഇരുന്നു കൊണ്ട് ഓതുക. അല്ലാതെ ഒരു 10 എണ്ണം ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് എണീറ്റ് പോയിട്ട് പിന്നെയാണ് ചൊല്ലുന്നത്. ആ ഒരു രൂപത്തിലല്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓതിയാൽ ഇന്നത്തെ രാവിൽ ആദ്യ രാവിൽ തന്നെ
ഇന്ന് മഗ്‌രിബോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലെ 2ാമത്തെ 10ലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ ഈ ഒരു ഇസ്മ നമ്മൾ ഇതുപോലെ ചൊല്ലിയാൽ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ക്ഷീണം അങ്ങനെയുള്ള നമുക്കൊരു അലസത ഉണ്ടാവില്ലേ, ഒന്നിനും ഒരു ഉഷാറില്ലായ്മ, മനസ്സിനെന്തോ ഒരു ടെൻഷന്, ജോലി എടുക്കാനൊന്നും ഒരു എന്താ പറയുക, മനസ്സിനൊരു മൂഡില്ല, ഒന്നിനും ഇങ്ങനെ കിടക്കാൻ തോന്നുക, അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ റാഹത്തായി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർന്നു കിട്ടും. ഇന്നത്തെ രാവിലെ ഈ പറഞ്ഞ ഈ ഒരു ഇസ്മ ഞാൻ ഒരു 10 പ്രാവശ്യമായിട്ട് സാവധാനത്തിലായിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരാം, എഴുതിയെടുത്തോളൂ കേട്ടോ. സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ്, 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 സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ് എന്ന ദിക്ർ ഒരു 100 എണ്ണം ചെല്ലാം. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന, വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം ഒരിക്കലും നിങ്ങൾ നിർത്തിവെക്കാതെ ഇന്ന് ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് ബാങ്ക് കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ദിക്റുകളും സ്വലാത്തുകളും ധാരാളമായിട്ട് ചെല്ലുക. ഈ പറഞ്ഞ ഈ ഒരു ദിക്ർ നിസ്കരിക്കാൻ പറ്റുന്നില്ല എങ്കിലും മനസ്സുള്ള സമയമാണെങ്കിലും ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല കേട്ടോ. സ്വലാത്തും ഇതുപോലെയുള്ള ദിക്റുകളൊക്കെ നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് ചെല്ലാവുന്നതാണ്. അപ്പം നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ശേഷമുള്ള ദുആ കഴിഞ്ഞിട്ട് നിസ്കാരപ്പായൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ വിരൽ ഖുർആൻ എടുക്കാനാണ്. ആ ഖുർആൻ എടുത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ഓതേണ്ടത് മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക. ആ യാസീൻ ഓതുന്നതിൻ്റെ മുന്നേ ആയിട്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിയ വിളിച്ചിട്ട് ഫാത്തിയ ഓതിയതിൻ്റെ ശേഷമായിട്ട് യാസീൻ ഓതുക. പിന്നെ യാസീൻ ഓതി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ചൊല്ലാനുള്ള കാര്യങ്ങളുണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് മുൽക്ക് സൂറത്ത് ഓതുന്നവരുണ്ടാവും, അതുപോലെ വാക്കിയ സൂറത്ത് ഓതുന്നവരുണ്ടാവും, അങ്ങനെ ഓരോരോ ആയത്തുകളും സൂറത്തുകളും ഒക്കെ പതിവായിട്ട് ചൊല്ലുന്നവരുണ്ടാവും. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടാണ് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു നോക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ രാവിലെ നമ്മുടെ സകല പ്രയാസവും മുട്ടുകൾ അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഒരു കാര്യവും നടന്ന് കിട്ടുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും നമ്മുടെ കാര്യങ്ങളൊന്നും നടന്ന് കിട്ടുന്നില്ല, എല്ലാത്തിനും പ്രയാസം, ബുദ്ധിമുട്ട്, ഒരു തട്ടിമുട്ടൽ, അതുപോലെ തന്നെ അസുഖം, എപ്പോഴും ഇങ്ങനെ അസുഖം വരിക, ഒരു സ്വസ്ഥതയില്ല, ഒന്നും ഒരു സമാധാനക്കേട്, മനസ്സിനൊരു പൊറുതിക്കേട്, അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ ആപത്തിൽ നിന്നും അതുപോലെ അപകടങ്ങളിൽ നിന്നും കണ്ണേറിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ നിയ്യത്താക്കിയിട്ട് മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഇന്നത്തെ രാവിലെ തന്നെ ഒരു 3 യാസീൻ ഓതി തീർക്കുക. അത് ഓതി തീർത്തതിൻ്റെ ശേഷമായിട്ട് എത്രയാണ് നിങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നത്, 100 സ്വലാത്താണെങ്കിൽ 100 സ്വലാത്ത് ചെല്ലാം. അതുപോലെ തന്നെയാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഒരു 100 എണ്ണം ചൊല്ലിക്കോളി. അത് കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് 100, അൽഹംദുലില്ലാഹ് 100, അല്ലാഹു അക്ബർ 100 അതൊക്കെ ഇതൊക്കെ സ്ഥിരമായിട്ട് ചൊല്ലി പോരുന്നവരുണ്ടാവും. അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ രാവിലെ. എന്നിട്ട് ഈ കാര്യമൊക്കെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെയൊക്കെ ശേഷമായിട്ട് 2 കൈകളും ഉയർത്തി അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. എന്ത് ടെൻഷനാണ് നമ്മുടെ മനസ്സിൽ വല്ലാണ്ട് ഇടങ്ങേറാവുന്നത്, ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ദുആ അള്ളാഹു തട്ടിക്കളയില്ല. അതുപോലെ തന്നെയാണ് ഇന്നത്തെ രാവിലെ തന്നെ ദിക്റുകളെ കൂട്ടത്തിലായിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ എത്രയാണ്, ഒരു 33 തവണയെങ്കിലും ചൊല്ലുക. അതുപോലെ തന്നെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ഒരു ദിക്ർ 33 വട്ടം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ 500 തവണയോ, കഴിയുന്നവർ 1000 തവണയോ അല്ല എങ്കിൽ 100 തവണയെങ്കിലും ചൊല്ലിത്തീർക്കുക. അതുപോലെ തന്നെ നാരിയത്ത് സ്വലാത്ത് ഉണ്ടല്ലോ, ആ നാരിയത്ത് സ്വലാത്ത് ഒരു 33 തവണ, അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്തോ നാരിയത്ത് സ്വലാത്തോ. അപ്പോൾ ഇതേപോലെയായിട്ട് ദിക്റുകളും സ്വലാത്തുകളും ഖുർആനിലെ ആയത്തുകളുമായിട്ട് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ നോക്കുക. ഇന്നത്തെ രാവിലെ നമ്മുടെ എല്ലാ ഇടങ്ങേറുകളും ടെൻഷനുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ടെൻഷനുകളും എല്ലാം അകന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ രാവിലെ ഇതുപോലെ ഞാൻ ചെയ്യും റബ്ബേ. മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി. ഒന്നും വിചാരിക്കുന്നത് പോലെ ഒന്നും നടന്ന് കിട്ടുന്നില്ല, എല്ലാത്തിനും ഒരു തട്ടിമുട്ടലാണ്,
എല്ലാം ഒരു കറക്റ്റായിട്ട് ഒന്നും റെഡിയാവുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് അള്ളാഹുവിനോട് ഞാൻ പറഞ്ഞില്ലേ, പൊട്ടിക്കരഞ്ഞ് നിങ്ങൾ കൽബിലുള്ള പ്രയാസം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമുക്ക് ഓരോ കാര്യത്തിനും നമുക്ക് ഓരോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും മനസ്സിൽ നമുക്ക് വല്ലാണ്ട് നമ്മളെ മനസ്സിൽ ടെൻഷനാക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും. മനസ്സിനെ വല്ലാതെ എന്താ പറയുക, മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങേറാക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കാര്യമൊക്കെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് കൽബ് തുറന്നുകൊണ്ട് കണ്ണീരോട് കൂടിയിട്ട് തന്നെ, ആ സങ്കടത്തോട് കൂടിയിട്ട് തന്നെ ഇന്നത്തെ രാവിലെ നിങ്ങൾ ഇതുപോലെയൊക്കെ ദുആ ചെയ്ത് നോക്കുക. നിങ്ങളെ ദുആ അള്ളാഹു തട്ടുകയില്ല. വളരെ പോരിഷമാക്കപ്പെട്ട ദിവസങ്ങളാണ് ഇനിയൊക്കെ നമ്മുടെ മുന്നിലൂടെ വരാൻ പോകുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടാക്കിയെടുക്കുക. നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. മുത്ത് റസൂലിനെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുക. മുത്ത് റസൂലിൻ്റെ പേര് സ്വലാത്ത് ഒരുപാട് ചൊല്ലിയിട്ട് മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഒരിക്കലും കുടുങ്ങില്ല, എവിടെയും നമ്മൾ തളരില്ല, പ്രയാസപ്പെടില്ല. സ്വലാത്ത് തന്നെ നമ്മൾ മുറുകെ പിടിച്ചാൽ മതി. സ്വലാത്ത് തന്നെ എല്ലാത്തിനും ഒരു മരുന്നാണ്. എന്ത് പ്രയാസത്തിനും എന്ത് പ്രശ്നത്തിനും ഒരു മരുന്നാണ് ഈ സ്വലാത്ത്. നാരിയത്ത് സ്വലാത്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ നിയ്യത്താക്കി വെച്ച് ചൊല്ലിയാൽ അതിൻ്റേതായ രീതിയിൽ ചെല്ലണം. അല്ലാണ്ട് നമുക്കിപ്പം അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തും വസല്ലിം സലാമം താമം അലാ സയ്യിദിന മുഹമ്മദിനില്ലദി തൻഹല്ലു ബിൽ ഉഖദ് വതൻഫരിജു ബിൽ ഖുറബ് വതുഖ്ലാ ബിൽ ഹവായിജ് വതുനാലു ബിൽ റായിബ് വഹുസ്നുൽ ഖവാത്തിമി യസ്തസ്കൽ അമാമി വജീൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹദിൻ വനഫസിം ബിയദദി കുല്ലി മാലൂമിലക്ക്. നാരിയത്ത് സ്വലാത്ത് നമ്മളെല്ലാവരും ഓതുന്ന സ്വലാത്താണല്ലേ. തീ പടരും പോലെ ഉത്തരം കിട്ടുന്ന സ്വലാത്താണ്. എനിക്ക് എത്രയോ തവണ ഈ ഒരു നാരിയത്ത് സ്വലാത്ത് ഓരോ കാര്യത്തിനും, ഹലാലായിട്ടുള്ള ഓരോ കാര്യത്തിനും ഇതുപോലെ ചൊല്ലിയിട്ട് അൽഹംദുലില്ലാ ഫലം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് ഈ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ഫലം കിട്ടിയവരുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സ്വലാത്ത് ഞാനിപ്പോൾ ചൊല്ലില്ലേ, നാരിയത്ത് സ്വലാത്ത് ഞാനിപ്പോൾ ഒന്ന് ഇവിടെ ചൊല്ലിയില്ലേ, അതേ ഒരു രൂപത്തിൽ, അല്ലാണ്ട് നാരിയത്ത് സ്വലാത്ത് നിയ്യത്താക്കി ചൊല്ലുകയെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു 33 എണ്ണം അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലി സലാമൻ താമ, അതേ രൂപത്തിലല്ല, അതിൻ്റേതായ ഒരു രൂപത്തിൽ അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമം അലാ സയ്യിദിന മുഹമ്മദിനില്ലദി തൻഹല്ലു ബിൽ ഉഖദ് വതൻഫരിജു ബിൽ ഖുറബ് വതുഖ്ലാ ബിൽ ഹവായിജ് വതുനാലു ബിൽ റായിബ് വഹുസ്നുൽ ഖവാത്തിമി യസ്തസ്കൽ അമാമി വജീൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹദിൻ വനഫസിൻ ബിയദദി കുല്ലി മാലൂമിലക്ക്. ഈ ഒരു സാവധാനത്തിലായിട്ട് ചൊല്ലുക. അല്ലാണ്ട് ഞാൻ നേരത്തെ പറയുമ്പോൾ ആ സ്പീഡിലായിട്ട് 33 എണ്ണം എനിക്ക് ചൊല്ലണമല്ലോ, അത് ചൊല്ലി തീർക്കണമല്ലോ, ഞാൻ നിയ്യത്താക്കിയതാണല്ലോ അത് ചൊല്ലി തീർക്കണം എന്നതോടെ ചെല്ലുന്നത് നല്ലൊരു അദബോട് കൂടി അതിൻ്റേതായൊരു വിശ്വാസത്തോടു കൂടി ചൊല്ലിയാൽ 100% ഇതിന് ഫലം കിട്ടുന്നൊരു കാര്യമാണ് നാരിയത്ത് സ്വലാത്ത് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഫലം അള്ളാഹു കാണിച്ചു തരും. അത്രക്കും പുണ്യമുള്ളൊരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. തീ പടരും പോലെ നമുക്ക് ഉത്തരം കിട്ടുന്ന സ്വലാത്ത് എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. കാരണം നമ്മളിപ്പോൾ തീ കത്തിക്കുക എന്ന് വിചാരിച്ചു, ഒരു പേപ്പറിൽ നമ്മൾ തീ കത്തിക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയ തീയായിട്ടാണ് നമ്മളിത് കത്തിക്കുന്നത്. അപ്പോൾ അത് ആളിക്കത്തും. അത്രക്കും സ്പീഡിലായിട്ട് ഉത്തരം കിട്ടുന്ന സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. അതുകൊണ്ട് ഓരോ കാര്യത്തിലും ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ രാവിലെയൊക്കെ നാരിയത്ത് സ്വലാത്ത് നിയ്യത്താക്കി ചെല്ലാൻ കഴിയുമെങ്കിൽ ചെല്ലാം, അതിന് ഫലം കാണുന്നതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടി ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും 11 നാരിയത്ത് സ്വലാത്താക്കിയിട്ട് ചൊല്ലിപ്പോരുക. ഇടങ്ങേറുകളും വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടി ഫലം കാണുക തന്നെ ചെയ്യും, ഉറപ്പാണ്. നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യണം. വിശ്വാസം വേണം മനസ്സിൽ. സ്വലാത്ത് തന്നെ മുറുകെ പിടിച്ചാൽ മതി, നമ്മുടെ സകല പ്രയാസവും തീർന്നു കിട്ടുക. എന്തൊക്കെ രീതിയിലുള്ള ടെൻഷനും ബുദ്ധിമുട്ടുമാണ് നമ്മുടെ മനസ്സിലുള്ളത്, ആ വിധ തരത്തിലുള്ള എല്ലാ ഇടങ്ങേറും ഈ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിച്ചാൽ അതിന് സാധിക്കും, ഉറപ്പാണ്. അത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് വേണം? വിശ്വാസം വേണം. വിശ്വാസത്തോട് കൂടിയിട്ടാവണം ദിക്റായാലും സ്വലാത്തായാലും നമ്മൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവ്, ഇന്ന് മഗ്‌രിബോടെ റജബ് മാസത്തിലെ നമ്മൾ 2ാമത്തെ 10ലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. ഇന്നത്തെ ആദ്യ രാവിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് മനസ്സിൽ നിയ്യത്താക്കി വെക്കുക.
മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് 3 യാസീൻ ഞാൻ ഇൻഷാ അല്ലാ ഇന്നത്തെ രാവിലെ തന്നെ ഞാൻ ഓതി തീർക്കും. എൻ്റെ മനസ്സിലുള്ള ഇടങ്ങേറ് തീരാൻ. അതുപോലെ തന്നെ സ്വലാത്ത് ഒരു 100 എണ്ണം അല്ലെങ്കിൽ ഒരു 1000 എണ്ണം. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ദിക്റുകളൊക്കെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊക്കെ നമുക്ക് കഴിയുന്ന തവണ എത്രയാണ് നമുക്ക് ഓരോരുത്തർക്കും ചൊല്ലി തീർക്കാൻ കഴിയുന്നത് ആ ഒരെണ്ണമായിട്ട് ചൊല്ലാൻ ഇൻഷാ അല്ലാ നിങ്ങൾ നിയ്യത്താക്കി വെക്കുക. നമ്മൾ അനുഭവിക്കുന്ന സകല പ്രയാസവും അല്ലാഹു തീർത്തു തരട്ടെ. ഈ ഒരു രാവിൻ്റെ പുണ്യബർക്കത്ത് കൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും തരട്ടെ. എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത്, വേദനിക്കുന്നത്, ആ ഒരു പ്രയാസം അല്ലാഹു പെട്ടെന്നെല്ലാം റാഹത്തിലാക്കി തരട്ടെ. അതുകൊണ്ട് ഇന്നത്തെ രാവിലെ ധാരാളമായിട്ട് ദുആ ചെയ്യുക. അതുപോലെ അശുദ്ധിയുള്ള സ്ത്രീകളുണ്ട് എങ്കിൽ ദിക്റുകളും സ്വലാത്തുകളും ധാരാളമായിട്ട് ചൊല്ലുക. എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കേണ്ട. സ്വലാത്ത് ചൊല്ലുക, ദിക്റുകൾ ചൊല്ലുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് തവണ ചൊല്ലുക. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ തീരാനുള്ള ദിക്റാണ് യാ ഫത്താഹു, യാ റസാഖു, യാ കരീമു, യാ വഹാബു. അതാരും മറന്നു പോകണ്ട. കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട്. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ദിക്റാണ്. ഇപ്പോഴും കമൻറ്റിലൂടെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത്ത ഇതുപോലെ ചൊല്ലിയിട്ട് 13 ലക്ഷം കിട്ടി, ഇത്ത 5 ലക്ഷം കിട്ടി, 10,000 കിട്ടി, കുറി അടിച്ച് കിട്ടി, ഭർത്താവിന് കിട്ടാനുള്ള പണം മൊത്തം കിട്ടി, ഇത്ത പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. യാ ഫത്താഹു, യാ റസാഖു, യാ കരീമു, യാ വഹാബു എന്ന ദിക്ർ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാനുള്ളൊരു ദിക്റാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവം ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഫലമുണ്ടായിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാ ഇന്നത്തെ രാവിലെ പ്രത്യേകിച്ച് നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അതുപോലെ അവർക്കൊരു ഫാത്തിയെങ്കിലും ഓതുക, സ്വലാത്തും ഫാത്തിയെങ്കിലും ഓതുക. നമ്മിൽ നിന്നും ഒരുപാട് പേർ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇപ്പോൾ ഉള്ളത് ഖബറിലാണ്. അവരുടെയൊക്കെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. കണ്ണെത്താ ദൂരത്തോളം വിശാലത ഖബറിനെ അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ മരണപ്പെടുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുള്ള മരണമാക്കി സന്തോഷത്തോടെയുള്ള മരണമാക്കി തരട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നിങ്ങളെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ എൻ്റെ ഉപ്പ മരണപ്പെട്ടതാണ്, എൻ്റെ ഒരാങ്ങള മരണപ്പെട്ടിട്ടുണ്ട്, അതുപോലെ വല്യമ്മമാർ വല്യപ്പന്മാർ ഒരുപാട് ഖബറിലാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തുക. തഹജ്ജുദിൻ്റെ ശേഷമൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് ദുആയിൽ ഉൾപ്പെടുത്തുക. ഒരുപാട് ഉമ്മമാർ തഹജ്ജുദിൻ്റെ സമയത്ത് വന്ന് വാട്സപ്പിലൂടെ ആയിട്ട് സലാം പറയാറുണ്ട്. കുറേ ഉമ്മമാർ വന്ന് സലാം പറയാറുണ്ട്. അൽഹംദുലില്ലാഹ് അവരുടെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറും പ്രയാസവും ഒക്കെ അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ. മനസ്സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ചെയ്തു നോക്കുക. അർഹമായിട്ടുള്ള പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ.